ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഇന്നലെ നൈറ്റ് തന്നെ പളനിയിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് പോകണം. ഏകദേശം 6:30 ആയപ്പോഴത്തേക്കും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ട്രെയിൻ പോകേണ്ട, അതായത് ട്രെയിൻ കയറാണ്ട് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും അവിടെ ട്രെയിൻ ഡിലേ ആണെന്ന് പറഞ്ഞിട്ട് നേരെ നമ്മൾ അതായത് കേബിൾ കാറിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിങ്ങോട്ട് കേബിൾ കാറായാലും ട്രെയിനിൽ കയറേണ്ട സ്റ്റേഷൻ, അതായത് ആ സ്ഥലത്തേക്ക് എത്തിക്കാനായാലും ഇവിടെ തന്നെ ഒരു കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നടന്ന് ഒത്തിരി ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടി ഉള്ളൊരു സംവിധാനം ഉണ്ട്. പക്ഷേ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നപ്പോൾ കേബിൾ കാർ നല്ല ഡിലേ ആയിരുന്നു. കുറേ നേരം നിന്നു, വിശന്ന് ആകെ തളർന്നു. അതിൻ്റെ ഇടയ്ക്ക് തല ഇറങ്ങിയൊക്കെ വീഴുന്നു തോന്നി. അപ്പോഴത്തേക്കും പിന്നെ ആ ക്യൂവിൽ തന്നെ ആൾക്കാർ ഫുഡും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ 2:30 അങ്ങനെ നല്ല വിശന്ന് തളർന്നു. അങ്ങനെ പിന്നെ കടയിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴാണ് നിന്ന് ജീവൻ വീണത് കേട്ടോ. പിന്നെ ആ പളനിയിൽ നിന്ന് കാണാനുള്ള നല്ല വ്യൂ ആണ് കേട്ടോ. ഈ തമിഴ്നാട്, അതായത് പളനി ഫുൾ നമുക്ക് കാണാൻ പറ്റും. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. കേബിൾ കാറിന് പോകുമ്പോഴത്തേക്കും നല്ല പേടിയുണ്ട്, അതിങ്ങനെ നോക്കുമ്പോഴത്തേക്കും. എന്തെങ്കിലും നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് നേരെ ബസ് സ്റ്റാൻഡിലോട്ട് പോവാണ്, ബസ് കയറാൻ വേണ്ടിയിട്ട്, തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് ബസ്സൊക്കെ കിട്ടി. നമ്മൾ തേനി ബസ്സിന് കയറിയിട്ട് നേരെ കമ്പം, അവിടെ നിന്ന് തേനിയിൽ നിന്ന് കമ്പം ബസ്സിന് പോകണം. അപ്പോൾ പോകുന്ന വഴിയിൽ ഇതേപോലെ ആൾക്കാരൊക്കെ ഇങ്ങനെ പളനിക്ക് പോകാൻ വേണ്ടിയിട്ട് കാൽനടയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇവർ കുറേ ദൂരം ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട്. ഇവർ സമ്മതിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. കാരണം എന്നിട്ട് അവരവിടെ ചെന്നിട്ട് അത്രയും സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ കയറിയിട്ടായിരിക്കും പോകുന്നത്. അവരുടെ ഒരു പവർ, അവരുടെ ഒരു സ്റ്റാമിന എന്തായാലും നമ്മൾ സമ്മതിച്ച് പറ്റൂ. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതായത് ഇങ്ങനെ ഫുൾ മലനിരകളും അതേപോലെ അവരുടെ ഒരു കൃഷികളും തെങ്ങുകളും ഒക്കെ ഉണ്ടാവും. നമുക്ക് കൃഷിയും കാര്യങ്ങളും അതേപോലെ ഇങ്ങനെ മലകളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇഷ്ടമുള്ളവരൊക്കെ എന്തായാലും ഒന്ന് പോയി കാണുക. അതേപോലെ പള്ളിയിൽ നിന്ന് താഴോട്ട് കാണുന്ന വ്യൂ, അത് അടിപൊളി വ്യൂ ആണ് കേട്ടോ. പക്ഷേ ഫോൺ എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, എടുത്തില്ല. അതുകൊണ്ട് എനിക്കത് ഫുൾ എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു മലയുടെ മണ്ടിൽ വേറൊരു അമ്പലം പോലത്തെ എന്തൊരു സംഭവം, അമ്പലമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവിടെ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് വേറൊരു അതേ ഡിസ്റ്റൻസിൽ തന്നെ ഒരു അമ്പലം കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ തേനിയിലെത്തി ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. പിന്നെ തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ തന്നെ നല്ല ഡേറ്റ് ആയിട്ടുണ്ടെന്ന്.